കാണുമ്പം തന്നെ നമുക്കറിയാം പാലാണ് മെയിനായിട്ടും. കൂട്ടുകാരെ നമസ്കാരം, എല്ലാവർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിലുള്ള ഏഞ്ചൽ കൂളിംഗ് ബാറിലാണ്. അതായത് ഒരു 3 തലമുറയോളം ആൾക്കാരെ ഐസ്ക്രീം കഴിപ്പിച്ചൊരു കടയാണ്. ഇത് കാണുമ്പം തന്നെ പത്തനംതിട്ടയിലുള്ളവർക്ക് മനസ്സിലാവും ഏഞ്ചൽ കൂൾ ബാറിലെ ഐസ്ക്രീം. ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ രുചി അറിയാത്തവർ പത്തനംതിട്ടയിൽ ചുരുക്കമാണ്. ഒരു കാലത്ത് 80കളിലൊക്കെ പത്തനംതിട്ടയിൽ ഉള്ള ഏക ഐസ്ക്രീം പാർലറായിരുന്നു ഇത്. അന്നത്തെ അതേ റെസിപ്പി തന്നെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ് എന്നും ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. രാവിലെ ഐസ്ക്രീം ഉണ്ടാക്കും. പാലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ്. ഒരു പണ്ടത്തെ ആ ഒരു ടേസ്റ്റ്, അതേ ടേസ്റ്റിൽ തന്നെ ഇപ്പോഴും ഇവിടെ ഐസ്ക്രീം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇതിൻ്റെ മെഷീനുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. എന്നും രാവിലെ തന്നെ ചേട്ടൻ ഇത് ഐസ്ക്രീം ഉണ്ടാക്കി വെക്കും. അപ്പം ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, 90കളിൽ ഞാൻ ഈ കടയിലെ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു. അന്നത്തെ ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കഴിച്ചു നോക്കുകയാണ്. അതേ ടേസ്റ്റ്, അതിലൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ 90കളിൽ കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഐസ്ക്രീം കൊടുക്കുന്നത്. കൂട്ടുകാരെ, ഒരുപാട് പുതിയ ഐസ്ക്രീം കമ്പനികളും ഐസ്ക്രീം പാർലറുകളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതുപോലുള്ള പുതിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഐസ്ക്രീം ഉണ്ടാക്കി ഇവിടെ പത്തനംതിട്ടക്കാരെ കഴിപ്പിച്ച ഒരു കടയാണിത്. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് വേലുസ്വാമി. വേലുസ്വാമി. എവിടെ? നാട് എവിടെയാ? നാട് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെവിടെ? തമിഴ്നാട് തെങ്കാശി. തെങ്കാശി. ഓക്കെ. ഇവിടെ എത്ര വർഷമായി പത്തനംതിട്ടയിലെ? പത്തനംതിട്ട 50-60 വർഷമാകും. 60 വർഷം. 60 വർഷമായിട്ടും ഈ ഐസ്ക്രീമിൻ്റെ കടയാണോ? അല്ല, 10 വർഷം പത്തനംതിട്ട എവർഗ്രീനിലെ ജോലിയാണ്. ആദ്യം എവർഗ്രീനിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കട തുടങ്ങി മുനിസിപ്പലിൻ്റെ അവിടെ അല്ലേ? മുനിസിപ്പാലിറ്റി അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഓക്കെ. പിന്നെ ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? കട ഇപ്പം തുടങ്ങിയത് ഗൾഫ് പോയിട്ട് വന്നിട്ടാണ് തുടങ്ങിയത്. സൗദിയിൽ പോയിട്ട് വന്നിട്ട് കട തുടങ്ങി. എന്നാലും ഇവിടെ ആയിരുന്നില്ല, അവിടെ TK റോഡിലായിരുന്നു. അത് എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? 1986. ഓക്കെ, 86. അതായത് 80കളിലൊക്കെ ആൾക്കാർ ഐസ്ക്രീം കഴിക്കുന്നത് ചേട്ടൻ്റെ കടയിൽ നിന്നായിരുന്നു പത്തനംതിട്ടയിൽ. വേറെ അങ്ങനെയുള്ള കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം പഴയ ആൾക്കാരുടെയൊക്കെ ഒരു പഴയ ഓർമ്മ ഉണർത്തുന്ന ഒരു കടയാണിത് അല്ലേ? ഏഞ്ചൽ കൂളിംഗ് പാലസ്. ഈ ഏഞ്ചൽ കൂളിംഗ് പാലസ് എന്നുള്ള കട പത്തനംതിട്ടയിലുള്ള പഴയ ആൾക്കാരുടെ ഒരു ഓർമ്മ ഉണർത്തുന്ന, അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കടയാണ്. നേരത്തെ TK റോഡിലായിരുന്നു. ഇപ്പോൾ ഇത് അടൂർ റോഡിലേക്ക് മാറി. അതായത് മസ്ജിദിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഇപ്പോൾ കടയുള്ളത്. ഇപ്പം പഴയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ല ഇവിടെ ഈ കടയുണ്ടെന്നുള്ളത് അറിയത്തില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരും അത് അറിയുക. കട പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. അത് കണ്ട് ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് വീണ്ടും ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.